നമസ്കാരം. കുറച്ച് നാളായി നമ്മൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഈ ഫ്ലോറിലാണ് പറ്റിയത്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹൈക്കോടതിയിലെ സീനിയർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിൽ, ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാരിൻ്റെ മുതിർന്ന അഭിഭാഷകരിലൊരാൾ എന്ന നിലയിൽ എനിക്കൊരു ചില സംശയം. ഇപ്പോൾ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് ചോരിയെക്കുറിച്ച് പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ വലിയ തോതിൽ BJPക്ക് വേണ്ടി വോട്ട് മറിച്ചു കൊടുക്കുക, CCTV ക്യാമറകൾ ഓഫ് ചെയ്യുക, പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് വരിക. അതിന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അവസാന ദിവസത്തിന് 10 ദിവസം മുമ്പ് വരെ പുതിയ വോട്ടർമാരെ ചേർക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതുപ്രകാരം അപേക്ഷിച്ചവരെല്ലാം വോട്ടർമാരായി. അതുകൊണ്ടാണ് ആദ്യം ഉണ്ടായിരുന്ന ലിസ്റ്റ് എണ്ണത്തിൽ നിന്ന് കൂടുതൽ വന്നത്. എല്ലാവർക്കും അറിയാം, ഈ പറയുന്നവർക്കും അറിയാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷനെതിരെ ഇങ്ങനെ നിരന്തരമായി ഡിഫെയിം ചെയ്യുന്ന തരത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വല്ലാതെ ജനങ്ങളുടെ മുന്നിൽ ചെറുതാക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ലേ? അങ്ങനെയാണ് അഭിഭാഷകൻ എന്ന നിലയിൽ അങ്ങയുടെ അഭിപ്രായം എന്താ? അത് നിയമപരമായിട്ടുള്ള ക്രിമിനൽ കുറ്റത്തേക്കാൾ അപ്പുറത്ത് ജനാധിപത്യപരമായൊരു ക്രിമിനൽ പ്രശ്നമാണ്. ജനാധിപത്യത്തിൽ ഒരു ക്രിമിനൽ വൽക്കരണം എന്ന് നമ്മൾ സാധാരണ പറയില്ലേ, അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും സുതാര്യമായി പ്രവർത്തിക്കുന്ന, എന്നാൽ എല്ലാത്തിനോടും ആൻസറബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് പോലും എല്ലാവരോടും ആൻസറബിൾ അല്ല. പലപ്പോഴും പറയാറില്ലേ, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് ഞങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ല, ഞങ്ങളുടെ ആളുകളോടാണ് ഞങ്ങൾക്ക് വിധേയത്വം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് രാഷ്ട്രീയം മാറുമ്പോൾ വിധേയത്വം എല്ലാവരോടും ഉണ്ടാവണം, പ്രതിപക്ഷത്തോട് കാണിക്കണമെന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് ഓരോ വോട്ടറോടും ഈ രാജ്യത്തെ കമ്മിറ്റഡാണ്. അതിൽ ഒരു ജുഡീഷ്യറിയുടെ ഏറ്റവും താഴെ തലം മുതൽ സുപ്രീം കോടതി വരെയുള്ള എല്ലാ തലത്തിലും ഇലക്ഷൻ കമ്മീഷൻ ആൻസറബിളാണ്. ഒരു തെരഞ്ഞെടുപ്പ് കേസുണ്ടായാൽ, ഒരു വോട്ടറുടെ ഐഡൻറ്റിറ്റി ചലഞ്ച് ചെയ്യപ്പെട്ടാൽ, വോട്ടറുടെ വോട്ടവകാശം ചലഞ്ച് ചെയ്യപ്പെട്ടാൽ, ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഏത് സമയത്തും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റുകൾ സംഭവിക്കാം. ഉദാഹരണത്തിന് വോട്ടർ പട്ടികയിൽ ക്ലറിക്കൽ കോടിക്കണക്കിന് അതിൽ ഫോട്ടോ ചിലപ്പോൾ മാറാം, ഏജ് ചിലപ്പോൾ നമ്പർ തെറ്റാം, അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും പേര് ചിലപ്പോൾ മാറാം, സ്ത്രീ പുരുഷൻ ചിലപ്പോൾ മാറാം, മെയിൽ ഫീമെയിൽ മാറാം. നമ്മുടെ TG മോഹൻദാസ് ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടിക നോക്കിയപ്പോൾ മുമ്പൊരിക്കൽ ഏതോ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ പട്ടിക നോക്കുമ്പോൾ അമ്മയേക്കാൾ കൂടുതൽ പ്രായം അദ്ദേഹത്തിനാണ് കാണാം. കാരണം അത് ഈ ക്ലറിക്കൽ എറർ കൊണ്ട് സംഭവിക്കുന്നത്. പക്ഷെ അതൊന്നും നമ്മളുടെ വോട്ട് ചെയ്യാൻ ഒരാൾ ബൂത്തിൽ ചെല്ലുമ്പോൾ അതൊന്നും അതിനെ ബാധിക്കില്ല. അതിൻ്റെ കാരണം ആളുടെ ഇലക്ഷൻ ഐഡിയിലെ നമ്പർ, ഫോട്ടോ, ആളുടെ വീട്ടുപേര്, ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അത് മെയിലാണോ ഫീമെയിലാണോ അച്ഛൻ്റെ, അതൊക്കെ ഇമ്മെറ്റീരിയലാണ്. തദ്ദേശീയരായ ബൂത്ത് ഏജന്റുമാരുണ്ടാവും. ഇപ്പോൾ BLAമാർ എന്ന് പറയുന്നത് ഇലക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിൽ ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരില്ല. എല്ലാം അത് സംസ്ഥാനത്തിൻ്റെതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷൻ അംഗങ്ങളും അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഓഫീസേഴ്സ് അല്ല, സെൻട്രൽ ഓഫീസിലെ ഓഫീസേഴ്സ് അത്രയേ ഉള്ളൂ. ബാക്കി അത് സ്റ്റേറ്റുകളിലാണെങ്കിൽ ആ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസ് സ്റ്റാഫ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു ഘട്ടത്തിലും ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ അല്ലാത്ത ആൾക്കും റോളില്ല. അത് അതാത് സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ ഇവരെല്ലാമാണ് അതിൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമായി വരുന്നത്. ഇപ്പോൾ BLOമാർ വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള എന്യൂമറേറ്റർമാർ വരുന്നു, ഇനി അതല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ വരുന്നു, ഇലക്ഷൻ ദിവസം ഓഫീസിലിരിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർ മുതലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും അതെല്ലാം സർക്കാരിൻ്റെ ഭാഗമായി വരുന്നവരാണ്. അപ്പോൾ എന്തിനാണ് നേരത്തെ അങ്ങ് ചോദിച്ചതുപോലെ പ്രചരണം എന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്തിയാൽ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രോസസ്സിനെയും ഡിഫെയിം ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ഒരാൾ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് പരത്തിയാൽ, അത് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ടായാൽ ജനാധിപത്യം വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരും. ഇതിന് നമ്മൾ എത്രയൊക്കെ അതിനെ തിരിച്ചു പറയാൻ ശ്രമിച്ചാലും വിശ്വസിക്കുന്നൊരു വിഭാഗം ആളുകളുണ്ടാകും. കള്ളം 10 തവണ പറഞ്ഞാൽ അത് ശരിയായി മാറും എന്ന് പറയുന്നത് പോലെ വിശ്വസിക്കുന്നൊരു വിഭാഗമുണ്ടാകും. ആ വിശ്വസിക്കുന്ന വിഭാഗമാണ് ഈ കളവ് പറയുന്നവരുടെ സ്ട്രെങ്ത്ത്. അവിടെ നിന്ന് നടക്കുന്ന ഒരു നെഗറ്റീവ് പ്രൊപ്പഗണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടക്കുന്നതാണ് ഈ സ്ട്രെങ്ത്ത്. ഉദാഹരണത്തിന് അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, കേരളത്തിൽ ഇങ്ങനെ ജുഡീഷ്യറിക്കെതിരെ ഒരു പ്രചരണം നടന്നിരുന്നു.
ഒരിക്കൽ ശ്രീ ജസ്റ്റിസ് ബാലി കേരളത്തിൻ്റെ കടലിൽ കോലം കത്തിച്ച് അദ്ദേഹത്തിൻ്റെ എറിയുന്ന അത് ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ വിധി പറഞ്ഞു. അതിനു വേണ്ടി ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ സമരം നടന്നത്. സമരം എന്തിനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തിൽ കൃത്യമായൊരു കാര്യം നടക്കുന്നു എന്ന് വരുമ്പോൾ അതിനെ അസ്ഥിരപ്പെടുത്തുക, അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും തരത്തിൽ സുതാര്യമല്ല എന്ന് വന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയും ചോദ്യം ചെയ്യപ്പെടും. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിലെ നിയമം, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതെവിടെയാണ് ചലഞ്ച് ചെയ്യപ്പെടുക? കോടതിയിലല്ല. ഇതിലെവിടെയെങ്കിലും കോടതിയിലുണ്ടോ? അല്ലെങ്കിൽ ഒരു വോട്ട് തെറ്റായി ചേർത്തിട്ടുണ്ട്, അതെവിടെയാണ് ചലഞ്ച് ചെയ്യപ്പെടുക? കോടതിയിലാണ്. വോട്ട് ചേർത്തതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയില്ല. ചലഞ്ച് ചെയ്താലും ആ വോട്ടറെ കൂടി കേട്ടുകൊണ്ട് മാത്രമേ അത് ഒഴിവാക്കാനോ കൂട്ടിച്ചേർക്കാനോ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ വോട്ടർ ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ വോട്ടേഴ്സിനെ കേട്ട് തന്നെ അത് സാധിക്കുള്ളൂ. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത് കുഴപ്പം സംഭവിച്ചു എന്ന് ആരോപണമുണ്ടെങ്കിൽ അത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ചലഞ്ച് ചെയ്യപ്പെടണം. ഉദാഹരണത്തിന് ഹരിയാന, മഹാരാഷ്ട്ര. ഈ അടുത്ത സമയത്ത് നടന്ന 2 വലിയ ആരോപണങ്ങൾ, ഹരിയാനയുമായി ബന്ധപ്പെട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചത്, മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ആരോപണം ഉന്നയിച്ചത്. ഈ 2 സ്ഥലത്തും ഒരു ഇലക്ഷൻ കേസ് കൊടുത്തതായി നമ്മുടെ അറിവിലില്ല. അല്ല, ഇനിയിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ബീഹാറിനെ കുറിച്ച് പറയുന്നു, അതൊന്നും 45 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ അവർക്ക് സാവകാശമുണ്ട്, ചെയ്യില്ല. 100% അവകാശമുണ്ട്. ഇപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതറിയാത്തവരല്ല ഈ 2 പാർട്ടിക്കാരും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സുധാകരൻ വേഴ്സസ് സോഭരതൻ കേസുണ്ടല്ലോ, വളരെ പ്രശസ്തമായ കേരളത്തിലെ കേസ്. KPCCയുടെ പ്രസിഡന്റായ സുധാകരൻ അന്ന് കേസ് കൊടുത്തു. CPMൻ്റെ സമന്വയ നേതാവായിരുന്നു ഓഭരതൻ. അപ്പോൾ ഈ 2 മുന്നണികൾക്കും ഇതറിയാത്തതല്ല. അപ്പോൾ കള്ളവോട്ട് എവിടെയാണ് നടക്കുന്നത് കേരളത്തിൽ? ഈ ഒരൊറ്റ കേസിലാണ്. കള്ളവോട്ട് നടന്നു എന്ന് തെളിയിക്കപ്പെട്ട ഒരേ ഒരു കേസ് അതാണ്. സുധാകരനെ വിജയായി പ്രഖ്യാപിക്കുന്നു, പിന്നീട് സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു. അതിൻ്റെ പിന്നീട് അത് കേസിൻ്റെ വേറെ വഴി. പക്ഷേ എങ്കിൽ പോലും ആരോപണം ഉണ്ടായത് അപ്പോഴാണ്. രണ്ടാമത്തെ ജനാധിപത്യ അട്ടിമറി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി നടത്തിയ ജനാധിപത്യ അട്ടിമറിയാണ്. ഇലക്ഷൻ പ്രോസസ്സിനെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് പറയുന്നതാണ്. അതൊക്കെ മാറ്റി നിർത്തിയാലും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ആളുകളെ കളവായി ചേർത്തു. ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ ആരോപണം അതാണല്ലോ ഉന്നയിച്ചത്. ഇപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ ടോട്ടൽ വോട്ടർമാരുടെ എണ്ണത്തിൽ 7.42 കോടി എന്നുള്ളത് 7.45 കോടിയായി വോട്ട് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ അത് ആൻസർ ചെയ്തു. 3 ലക്ഷം ആളുകൾ അതിനുശേഷം വിത്തിൻ ദ ടൈം, അതായത് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള നിയമപരമായ സമയത്തിനിടയിൽ വോട്ട് ചേർത്തു. അത് ആർക്ക് തടയാൻ പറ്റുക? അതിവർക്കറിയാം. അറിയുമ്പോൾ തന്നെ ഈ തരത്തിലൊരു കളവ് പറയുന്നത് ജനാധിപത്യത്തെ എങ്ങനെ അട്ടിമറിക്കാം. ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ വളരെ രസകരമായ ഒരു വലിയ പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ജയിച്ചത്. കേരളത്തിലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഒരു വലിയ ആരോപണം പറയുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു. ശരിയാണ്. എന്തൊരു തെറ്റായ പ്രചരണമാണത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കുന്നത്. അത് വളരെ പ്രശംസനീയമായ രീതിയിൽ പ്രിസൈസായിട്ട് അതാണ് നടത്തിയത്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും സുതാര്യമായി ആരോപണങ്ങളില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ വോട്ടെണ്ണി തീർത്ത് ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക, ഒരു കലാപമില്ലാതെ ചെയ്യുക, വിജയമാണ്. വേറെ തമാശയുണ്ട്. ഈ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഇരിക്കുമ്പോൾ കേരള കേഡറിലുണ്ട് ജ്ഞാനേഷ് കുമാർ കേരളത്തിലെ പ്രമുഖനായ പഴയ കളക്ടറും പഴയ കളക്ടറാണ്, ഓഫീസറും ഒക്കെയാണ്. എനിക്കൊരു ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ഹൈക്കോടതിയിലെ മീഡിയ റൂം ഉണ്ടല്ലോ, അതിപ്പോൾ ചെറുതാക്കി. ആദ്യമായി പുതിയ ബിൽഡിംഗ് വരുമ്പോൾ മീഡിയ റൂം മാധ്യമപ്രവർത്തകർക്ക് അനുവദിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയൊക്കെ വെച്ചിട്ട് ആ മുറി ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. അന്ന് മാധ്യമങ്ങളുടെ പ്രതിനിധിയായിട്ട് എൻ്റെ പേരിൽ ഞാനാണ് സൈൻ ചെയ്ത് ആ മുറി സ്വീകരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വേണം. ഞങ്ങൾ അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന രത്ന സിംഗ് സാറിനെ പോയി കണ്ടു. സിംഗ് സാറുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു. സാറിനെ കാണാൻ ചെല്ലുമ്പോഴത്തേക്ക് സാറിൻ്റെ മുറിയിൽ ജ്ഞാനേഷ് കുമാർ ഇരിപ്പുണ്ട്. സാറിനെ പറഞ്ഞു, ദാ ഇരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ സെക്രട്ടറി, ഇപ്പോൾ പറയാനുള്ള അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഒരു ടേബിൾ വേണം, കസേരകൾ വേണം. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, അത് പുറത്ത് പറയാൻ കൊള്ളില്ല. അപ്പോൾ എന്താണ് വേണ്ടത്, നമുക്ക് വുഡിൻ്റെ വേണോ നീൽക്കമലിൻ്റെ വേണോ എന്ന് ചോദിച്ചു ജ്ഞാനേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ മലയാളവും ഹിന്ദിയൊക്കെ ചേർന്നുള്ള ആക്സെൻറ്റ്. അപ്പോൾ ഞാനോടത്ത് നീൽക്കമൽ എന്തോ കൂടിയ സാധനമാണ്, അത് നീൽക്കമൽ മതി എന്ന് പറഞ്ഞു. അത് പ്ലാസ്റ്റിക് ചെയറായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് ആ ഫർണിച്ചർ മുഴുവൻ ലഭ്യമാക്കിയത് ജ്ഞാനേഷ് കുമാറാണ്.
അപ്പോൾ വളരെ ഫ്രണ്ട്ലി, ആ സൗഹൃദം തുറന്നു. അദ്ദേഹം വളരെ ജെന്റിൽമാനായ ഒരു കറപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഇവർക്കെല്ലാം അറിയാം, രമേശിന് ഉൾപ്പെടെ ജ്ഞാനേഷിനെ അറിയാവുന്നതാണ്. ശ്രീ ജ്ഞാനേഷ് കുമാർ, ഇനി ജ്ഞാനേഷ് കുമാർ അല്ലാന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജനാധിപത്യപരമായല്ലാതെ, ഭരണഘടനാപരമായല്ലാതെ, ലോസ് ഓഫ് ലാൻഡ് അനുസരിച്ചല്ലാതെ ഒരു നടപടിയും ചെയ്യാൻ കഴിയില്ല. വിചാരിച്ചാലും പറ്റില്ല. അതിൻ്റെ കാരണം പിറ്റേ ദിവസം അത് സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെടും. അതെ. സുപ്രീം കോടതി ഇഴകീഴ് പരിശോധിക്കും. ചില നടപടികളിൽ ഇടപെട്ടില്ലെങ്കിലും അത് നിർദ്ദേശമായി പോകും, അത് കറക്റ്റ് ചെയ്യപ്പെടും. ഇനി ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത്? അദ്ദേഹം സ്ക്രീനിൽ ഡാറ്റ എല്ലാം കാണിച്ചിട്ട് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇത് കോൺഗ്രസ് ഹാൻഡിലുകൾ ഏറ്റുപറയുകയാണ്. അപ്പോൾ സാധാരണക്കാരും ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായ പ്രചരണത്തിൻ്റെ ഭാഗമായി മാറും. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ മറുപടി പറയും ഈ മണ്ടത്തരങ്ങൾക്ക്? മണ്ടത്തരങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുമോ? അപ്പോൾ അതൊരു ഭാഗത്ത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യത്തിൽ സ്ട്രോങ് ആയി ഇടപെടാൻ തുടങ്ങിയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ജനാധിപത്യപരമായ ഒരു തെറ്റായ പ്രവൃത്തിയും ചെയ്യാൻ വേണ്ടി കഴിയില്ല. എന്ന് പറഞ്ഞാൽ എലക്ഷൻ പ്രോസസ്സിൽ ചെയ്യാൻ വേണ്ടി കഴിയില്ല. അത് തെളിയിച്ച ആളാണ് ശ്രീ ടി എൻ ശേഷനെതിരെ അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചെന്ന്. അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റാൻ, അദ്ദേഹത്തെ ദുർബലനാക്കാൻ മെമ്പർ വരെ മാറ്റി. ഏകാംഗ കമ്മീഷനെ 3 ആളുകളാക്കി, അതിൽ കൂടുതലാക്കി. അപ്പൊ കമ്മീഷനെ വിപുലീകരിച്ചു അതിനു വേണ്ടി. അല്ല, മറ്റൊന്നുകൂടിയുണ്ട്. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആരാ നിയമിച്ചിരുന്നത്? പ്രധാനമന്ത്രി. ആ സിസ്റ്റം മാറി. അതും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള നടപടിക്രമത്തിലേക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ വെക്കണം. അങ്ങനെ ഒരു പ്രോസസ്സ് വന്നല്ലോ. അത് ചർച്ച ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഉണ്ടാവുന്നത് വരെ. അപ്പോൾ അത് വന്നപ്പോൾ പോലും അവിടെയാണ് പിന്നെ ഒരു ആരോപണം വന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയെ വെക്കാം. സുപ്രീം കോടതിയുടെ ഇതൊരു ഫൈനൽ വിധിയല്ല, ഇറ്റ് വാസ് ഓൺലി എ സജഷൻ. അപ്പോൾ സജഷൻ എന്നുള്ളത് പുതിയ ഒരു ലോ ഫ്രെയിം ചെയ്യണം. അതുവരെ ഇന്ററിം മെഷേഴ്സ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി സുപ്രീം കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പുതിയ നിയമം ഉണ്ടാക്കണം, ആ നിയമത്തിൽ CJI വെച്ചേക്കണമെന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റില്ല. സുപ്രീം കോടതിക്ക് അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ കഴിയില്ലല്ലോ. അത് എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത്. ഇതറിയാത്തവരല്ല ഇവർ, എന്നാലും അത് തന്നെ പറയുകയാണ്. ഇനി അടുത്ത വിഷയം, ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ആലോചിക്കേണ്ടത്, ഈ സിസ്റ്റത്തിന് മുഴുവൻ ഒറ്റക്ക് പ്രധാനമന്ത്രിയുടെ കയ്യിൽ വെച്ച് അധികാരത്തിൽ ഉപയോഗിച്ച് ചെയ്തവരാണ്. ഇന്നിപ്പോൾ ജനാധിപത്യപരമായ പ്രതിപക്ഷ നേതാവിനെ കൂടി കൂട്ടി ആലോചിക്കുമ്പോൾ സർക്കാരിലെ അല്ലെങ്കിൽ നിയമിക്കുക. എന്തൊരു വിഡിത്തമാണ് ജനങ്ങളോട് പറയുന്നത്. ഞങ്ങളോടെല്ലാം ചർച്ച ചെയ്തു, പക്ഷെ നിയമിച്ചത് സർക്കാരിലെ നിയമിക്കുക. പിന്നെ ആരാ നിയമിക്കുക? ഇപ്പം ഗവർണർ, ചീഫ് സെക്രട്ടറിമാർ, അല്ലെങ്കിൽ ഏതാണോ ഗവൺമെൻറ് സെക്രട്ടറി, സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി, അവരല്ലേ നിയമിക്കുക. ക്യാബിനറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയല്ലേ നിയമിക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് വലിയ ജനാധിപത്യപരമായ അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കാനുള്ള കളമൊരുക്കുക. ഇതൊരു കളമൊരുക്കലാണ്. ശ്രീ സുനിൽജി ഇവിടെ നടക്കുന്നത് ഒരു പ്രതലമൊരുക്കലാണ്. എന്തിനു വേണ്ടിയുള്ള പ്രതലമാണ് എന്നുള്ളതാണ് ഭാവി കാണാനിരിക്കുന്നത്. അല്ല, സർക്കാരിനെ അട്ടിമറിക്കുക. എന്നിട്ട് പൂർണ്ണമായി തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാൻ പറ്റാത്ത രാഹുൽ ഗാന്ധിക്ക് പിൻവാതിലൂടെ വന്ന് പ്രധാനമന്ത്രിയാവും. കലാപത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഇപ്പോൾ നേപ്പാൾ കണ്ടതാണ്, ഒരിടയ്ക്ക് പാകിസ്ഥാനിലുണ്ടായതാണ്, ബംഗ്ലാദേശിലുണ്ടായതാണ്, ശ്രീലങ്കയിൽ സർക്കാരുകൾ അട്ടിമറിക്കപ്പെട്ടു. അപ്പോൾ ഈ സർക്കാരുകൾ അട്ടിമറിക്കപ്പെടുന്നതല്ല, റഷ്യയിൽ അതിനുള്ള തുടക്കം തുടങ്ങിയതാണ്. ഈവൻ UK പോലും തെരുവിലിറങ്ങിയ ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അട്ടിമറി ശ്രമങ്ങൾക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളല്ലേ കഴിഞ്ഞ അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അട്ടിമറിക്കാനുള്ള സാധ്യതയ്ക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടുവരികയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇവിടെ പരാജയപ്പെടുന്നത്, ഇവിടെ ജനാധിപത്യം കുറച്ചുകൂടി ശക്തമാണെന്ന് മാത്രമല്ല, ഒരു തെറ്റായ പ്രചരണത്തിന് പ്രസക്തി ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ സാധാരണ വോട്ടർ ഇപ്പോൾ വോട്ട് ചോരി നടക്കുന്നു, വലിയ കളവ് വോട്ടിൽ നടത്തി എന്ന് പറഞ്ഞു. ബീഹാറിൽ എന്താ സംഭവിച്ചത്? സ്ത്രീകൾ 10% കൂടുതൽ വോട്ട് ചെയ്തു, പുരുഷന്മാർ 9% കൂടുതൽ വോട്ട് ചെയ്തു. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ്. ഇനി ചെയ്ത ആളുകൾ, ഈ കളവ് പറഞ്ഞ ആളുകൾക്കെല്ലാം വോട്ട് കൊടുത്തിട്ടുണ്ട്.
ജയിപ്പിച്ചോ? ജയിപ്പിച്ചില്ല. ഇല്ല. എന്തുകൊണ്ട് ജയിപ്പിച്ചില്ല? ഈ കളവ് ഔദ്യോഗികമായി നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അതെ. ഈ കളവ് ഇനി ഔദ്യോഗികമായി നടത്തുന്നത് തിരിച്ചറിയുന്ന ആളുകൾ എങ്ങനെ ജയിപ്പിക്കും? അല്ല, ജംഗിൾ രാജ് എന്താണെന്ന് അനുഭവിച്ച ആൾക്കാരാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ അനുഭവിച്ച ആളുകൾ ആ സർക്കാരിനെ മാറ്റി. ജംഗിൾ രാജ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഗുണ്ടാ സംഘങ്ങൾ, ഇത്രയും അക്രമങ്ങൾ, അവികസിതമായ പ്രദേശം. ഇപ്പോൾ ബീഹാറിൽ പൂർണ്ണമായും തേനും പാലും ഒഴുക്കി എന്നൊരു അവകാശവാദം ആരും ഉന്നയിച്ചിട്ടില്ല. ഇല്ല. പക്ഷേ ബീഹാറിലെ ജനത നേരിട്ട് അവിടെയുള്ള അടിസ്ഥാന വികസനം, ഇന്നലെ ഒരു ചാനലിൽ ചർച്ചയ്ക്ക് ഞാൻ പോയിരുന്നു. ആങ്കർ എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ വാഗ്ദാനം കൊടുത്തില്ലേ, സ്ത്രീകൾക്ക് പണം അക്കൗണ്ടിൽ കൊടുത്തില്ലേ? അപ്പം ഞാൻ എൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ തിരിച്ചു ചോദിച്ചു, അതിനല്ലേ സർക്കാർ എന്തിനാ? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൈകളിലേക്ക് അവർക്ക് ആവശ്യമുള്ള എന്താണോ വേണ്ടത്, വികസനമാണെങ്കിൽ വികസനം, അവരുടെ ക്ഷേമമാണെങ്കിൽ ക്ഷേമം, പദ്ധതിയാണെങ്കിൽ പദ്ധതി, പരിപാടിയാണെങ്കിൽ പരിപാടി, വിഭവങ്ങൾ നേരിട്ടെത്തിക്കാനല്ലേ സർക്കാർ. ഇവിടെ കിറ്റ് കൊടുത്തില്ലേ? എന്തിനാ കൊടുത്തത്? ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലേ കേരളത്തിൽ? എന്തിനാ വർദ്ധിപ്പിച്ചത്? വർദ്ധിപ്പിച്ചാൽ പോരാ, കിട്ടണം ജനത്തിന്. ബീഹാറിൽ കിട്ടി, ജനങ്ങൾ വോട്ട് ചെയ്യും. അത് കിട്ടിയതിൻ്റെ പേരിലാണോ കിട്ടാത്തതിൻ്റെ പേരിലാണോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വികസനം നേരിട്ട് കാണുന്നൊരു സാഹചര്യം ബീഹാറിലുണ്ടായി. താഴെ തട്ട് മുതൽ അവരത് അനുഭവിക്കുന്നു. അപ്പോൾ ഈ അടുത്ത സമയത്ത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച പ്രധാനമായിട്ട് ഉയർന്നു വന്നപ്പോൾ, കേരളം വലിയ വികസന സംസ്ഥാനമാണെന്നാണല്ലോ സുനിൽജിയുടെ പൊതുവെയുള്ള വൈപ്പ്. 2014 സ്വച്ഛ് ഭാരത് മിഷന് ശേഷം കേരളത്തിൽ കൊടുത്തത് 2,88,000 കക്കൂസുകളാണ്. കേരളത്തിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം കക്കൂസുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ 3 ലക്ഷത്തോളം വീടുകൾ, 3 ലക്ഷത്തോളം വീടുകൾക്കാണ് കക്കൂസില്ലാത്തതിന് കക്കൂസ് നിർമ്മിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് സ്വച്ഛ് ഭാരത് മിഷനിലൂടെ. അപ്പോൾ കേരളത്തിലെ അടിസ്ഥാന വികസനത്തിലെ പ്രാഥമികമായിട്ടുള്ള കാര്യം, ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരടക്കം ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കക്കൂസ് പണിയാൻ വേണ്ടിയാണ് എന്നാണല്ലോ. എന്താ വികസനത്തിൻ്റെ സ്ഥിതി? അപ്പോൾ അടിസ്ഥാനപരമായി ജനങ്ങൾ സത്യസന്ധമായി ജനാധിപത്യപരമായി ആര് നിലപാടെടുക്കുന്നു അവർക്കൊപ്പം നിൽക്കും. കോൺഗ്രസ് എന്തുകൊണ്ടാണ് പിന്നോട്ട് പോകുന്നത്? സത്യസന്ധമല്ലാത്ത നിലപാടുകൾ, ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ, അത് അംഗീകരിക്കില്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരുപാട് വിലയിരുത്തലുകൾ വന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് ആധികാരികമായി സംസാരിച്ചത് അങ്ങാണ്. ഏതായാലും ഇന്ത്യ ലൈവിൻ്റെ ഫ്ലോറിൽ വന്നതിന് നന്ദി. നമുക്ക് വീണ്ടും കാണണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പ്രിയപ്പെട്ട വക്കീൽ ഇനിയും ഇന്ത്യ ലൈവിൻ്റെ വക്കീലായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയേണ്ടുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറയും. നമുക്കൊരു ലീഗൽ പ്ലാറ്റ്ഫോം പോലെ ഇടയ്ക്ക് ലീഗൽ ഇഷ്യൂസ് നമുക്ക് സംസാരിച്ച് പോകാം, അല്ലേ? തീർച്ചയായും.